അപ്പം നമുക്കിന്ന് ഹെൽത്തി കുട്ടനായ മുട്ടച്ചീര ഉണ്ടാക്കാം. ചീര നന്നായിട്ട് കഴുകിയിട്ട് ഫ്രഷ് ചീരയായിട്ടുള്ളത് നമുക്ക് ചോപ്പ് ചെയ്യാം. ഓക്കെ, ചോപ്പ് ചെയ്തിട്ട് നമ്മുടെ കടായി ചൂടാക്കാൻ വയ്ക്കുക. ചൂടാക്കാൻ വെച്ച ശേഷം ചൂടായാൽ നമ്മൾ എണ്ണ ഒഴിക്കുക. ക്ഷമയില്ലാത്തതുകൊണ്ട് ഞാൻ നേരത്തെ എണ്ണ ഒഴിച്ചു. എന്നിട്ട് എണ്ണ ചൂടായിട്ട് വേണം ഉള്ളി ഇടാൻ. പക്ഷെ അവിടെയും എനിക്ക് ക്ഷമയില്ലാത്തതുകൊണ്ട് നേരത്തെ ഉള്ളിയിട്ടു. എണ്ണ ചൂടായിട്ടില്ലായിരുന്നു. കുറച്ച് കഴിഞ്ഞപ്പോൾ തന്നെ എണ്ണയൊക്കെ ചൂടായിട്ട് വന്നു. നമ്മുടെ ഉള്ളി ഒന്നിങ്ങനെ കുറുകുറാന്നാവാൻ തുടങ്ങിയിട്ടുണ്ട്. മുരിഞ്ഞ് വരുന്നുണ്ട്. ഇനി നമ്മൾ വലിയ ഗോൾഡൻ കളറൊന്നും ആക്കണ്ട. ഒരു ഇച്ചിരി വാടിക്കഴിഞ്ഞാൽ തന്നെ നമ്മുടെ ഉള്ളി ചതച്ചത് പാക്കറ്റ് വാങ്ങാൻ കിട്ടും, അത് കുറച്ചിടുക. നമ്മുടെ എരിവ് ഡിപ്പെൻഡ് ചെയ്തനുസരിച്ചിടുക. എന്നാൽ ജസ്റ്റ് അതൊന്ന് ടോസ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അതൊന്ന് ആയി വന്നു, ആ മുളകിൻ്റെ കുത്ത് പോയി എന്ന് നമുക്ക് ഉറപ്പ് വരുന്ന സമയത്ത് നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ ചീരനെ അരിക്കിടാം. ഓക്കെ, അപ്പോൾ ചീരനെ നമ്മൾ അരിച്ചിട്ടിരിക്കുന്നു. ഇനി ബാക്കിയുള്ള ചീരയും കൂടി, കുറച്ചധികം കൂടി ചീരണ്ട്, ആ ചീരയും കൂടി അതിലിട്ടിട്ട് നമുക്കിതൊന്ന് ഇളക്കിയെടുക്കാം. ഓക്കെ, ജസ്റ്റ് ആ മസാല ഇതെല്ലാവരും പിടിക്കുന്നവരെ. അപ്പോൾ ചീരയിൽ നിന്ന് വെള്ളം ഇറങ്ങാൻ തുടങ്ങി. ഇനി നമുക്ക് നമ്മുടെ ഉപ്പിടാം. ഉപ്പിട്ട് കഴിഞ്ഞ് കഴിഞ്ഞാൽ കുറച്ചും കൂടി വെള്ളം ഇറക്കും. എന്നിട്ട് ആ വെള്ളത്തിൽ കിടന്നിട്ട് വേണം നമ്മുടെ ചീര വെവ്വേറായിട്ട്. ഓക്കെ, നൗ നമുക്ക് 2 മുട്ട എടുക്കാം. ഓക്കെ, മുട്ടയ്ക്ക് ആവശ്യമുള്ളൊരു ഉപ്പ്, പിഞ്ച് ഓഫ് സോൾട്ട് ഇടുക. എന്നിട്ട് നമ്മുടെ ചീര നോക്കിക്കഴിഞ്ഞാൽ വെള്ളം വറ്റിക്കഴിഞ്ഞാൽ അതിലേക്ക് മുട്ട ഒഴിക്കുക. മുട്ട ഒഴിച്ച ശേഷം അതൊന്ന് നന്നായിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. ചീരയുടെ എല്ലാ ഭാഗത്തേക്കും മുട്ട വരുന്ന രീതിയിൽ മിക്സ് ചെയ്തെടുക്കുക. ഓക്കെ, അത് കഴിഞ്ഞ് പ്രത്യേകിച്ച് പണിയൊന്നുമില്ല. ആ മുട്ട ഒന്ന് വെന്ത് കഴിഞ്ഞ് എല്ലാവരും ഒറ്റിട്ടിട്ട് ആവണ വരെ ഒന്ന് ഇളക്കി കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ മുട്ടച്ചീര റെഡി ആയിട്ടുണ്ട്. പ്രോട്ടീനാണ്, ഗുഡ് ഫോർ ഹെൽത്ത്.